ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായി എന്നാൽ ഏറ്റവും ശക്തമായ ഒരു സത്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി. ബൈബിളിലെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി മുതൽ അവസാന പുസ്തകമായ വെളിപ്പാട് വരെ നാം പരിശോധിച്ചാൽ ഒരു ചുവന്ന നൂൽ പോലെ കടന്നുപോകുന്ന ഒരു പ്രധാന വിഷയം നമുക്ക് കാണാൻ സാധിക്കും. അതാണ് യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രാധാന്യം. എന്തുകൊണ്ടാണ് ബൈബിളിൽ രക്തത്തിന് ഇത്രയുമധികം പ്രാധാന്യം നൽകിയിരിക്കുന്നത്? ലേവ്യ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ ദൈവം മോശയോട് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. യാഗപീഠത്തിന്മേൽ നിങ്ങൾക്കു വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാനത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. രക്തമല്ലോ ജീവൻ മൂലമായി പ്രായശ്ചിത്തം ആകുന്നത്. ജീവന്റെ ഉറവിടം രക്തമാണ്. അതുകൊണ്ട് തന്നെ പാപം നിമിത്തം മനുഷ്യന് നഷ്ടപ്പെട്ട ആ ജീവൻ തിരികെ നൽകാൻ മറ്റൊരു ജീവന്റെ രക്തത്തിന് മാത്രമേ സാധിക്കൂ. പഴയ നിയമ കാലഘട്ടത്തിൽ മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ അവർ ദൈവത്തോട് പാപമോചനം അപേക്ഷിച്ചുകൊണ്ട് ആടുകളുടെയും കാളകളുടെയും രക്തം യാഗപീഠത്തിന്മേൽ അർപ്പിക്കുമായിരുന്നു. എന്നാൽ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, മൃഗങ്ങളുടെ രക്തത്തിന് മനുഷ്യരുടെ പാപത്തെ പൂർണ്ണമായി മാറ്റാൻ കഴിഞ്ഞിരുന്നില്ല. അവ പാപങ്ങളെ താൽക്കാലികമായി മൂടിവെക്കുകയോ മറയ്ക്കുകയോ മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യനെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും എന്നേക്കുമായി വിടുവിക്കേണ്ടതിന് ദൈവപുത്രനായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചത്. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞത് സാധാരണ ഒരു മനുഷ്യന്റെ രക്തമല്ല, അത് പാപമില്ലാത്ത, കറയോ ചുളിവോ ഇല്ലാത്ത ദൈവത്തിൻ്റെ പരിശുദ്ധ കുഞ്ഞാടായ യേശുവിൻ്റെ രക്തമാണ്. ആ രക്തം ചിന്തിയപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ചരിത്രം തന്നെ മാറിമറിഞ്ഞു. ഇരുട്ടിൻ്റെ ശക്തിയിന്മേൽ മനുഷ്യന് ശാശ്വതമായ വിജയം ലഭിച്ചു. ഇന്ന് ഈ വീഡിയോയിലൂടെ യേശുവിൻ്റെ രക്തത്തിന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ബൈബിൾ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വളരെ ആഴത്തിൽ പഠിക്കാൻ പോവുകയാണ്. പലരും പലപ്പോഴും ചിന്തിക്കും, ഇത് 2000 വർഷങ്ങൾക്ക് മുൻപ് നടന്ന വെറും ചരിത്രം മാത്രം ആണെന്ന്. എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, കാൽവരിയിൽ ഒഴുകപ്പെട്ട ആ രക്തം ഇന്നും ജീവനുള്ളതാണ്. ഇന്നും അതിന് ശക്തിയുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. ഈ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് യേശുക്രിസ്തുവിൻ്റെ ആ വിലയേറിയ രക്തം നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിനു മേലും നിങ്ങളുടെ മക്കളുടെ മേലും ചൊരിയണമെന്ന് ആഗ്രഹിക്കുന്ന സകലരും താഴെ കമന്റ് ബോക്സിൽ ഇപ്രകാരം ഒന്ന് എഴുതുക: യേശുവിൻ്റെ രക്തം ജയം. നിങ്ങൾ എഴുതുന്ന ഈ ചെറിയ ഒരു വാക്ക് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു വാക്കായി മാറട്ടെ. യേശുവിൻ്റെ രക്തത്തിന് എന്തെല്ലാം ശക്തികളാണ് ഉള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. യേശുവിൻ്റെ രക്തത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ശക്തി നമ്മുടെ ജീവിതത്തിലെ പാപമോചനത്തിനും വീണ്ടെടുപ്പിനും നമുക്ക് നൽകുന്നു എന്നതാണ്. നമുക്ക് എഫെസ്യർ 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം ഒന്ന് നോക്കാം. അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമമെന്ന മോചനത്തിൻ്റെ വീണ്ടെടുപ്പ് ഉണ്ട്. എന്താണ് വീണ്ടെടുപ്പ്? പണ്ട് കാലത്ത് അടിമ ചന്തകളിൽ നിന്ന് വില കൊടുത്ത് അടിമകളെ സ്വന്തമാക്കുന്നതിനെയാണ് വീണ്ടെടുപ്പ് എന്ന് വിളിച്ചിരുന്നത്. പാപത്തിൻ്റെ അടിമത്വത്തിൽ ആയിരുന്ന നമ്മെ, സാത്താൻ്റെ അധികാരത്തിലായിരുന്ന നമ്മെ യേശുക്രിസ്തു വിലയ്ക്ക് വാങ്ങി. ആ വില വെള്ളിയോ പൊന്നോ ആയിരുന്നില്ല, പകരം യേശുവിൻ്റെ സ്വന്തം രക്തമായിരുന്നു. 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ. നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നോ വെള്ളിയോ പോലുള്ള അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടുള്ളതല്ല, ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നമ്മുടെ പാപങ്ങൾ എത്ര വലിയതാണെങ്കിലും അതിനെ കഴുകി വെളുപ്പിക്കാൻ യേശുവിൻ്റെ രക്തത്തിന് കഴിയും. പലപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുന്നവർ പോലും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് കുറ്റബോധം. ഞാൻ പണ്ട് അങ്ങനെയൊക്കെ ജീവിച്ചവനാണ്, ദൈവം എന്നോട് ക്ഷമിക്കുമോ? എൻ്റെ പാപങ്ങൾ വളരെ വലുതാണ്. ഇങ്ങനെ ചിന്തിക്കുന്നവർ ഉണ്ടാകാം. എന്നാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം ദൈവം അവിടെ വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും,
രക്താംബരം പോലെ ചുമപ്പായിരുന്നാലും പഞ്ഞി പോലെയാകും. യേശുവിൻ്റെ രക്തത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് നമ്മുടെ പാപങ്ങളെ വെറുതെ ക്ഷമിക്കുക മാത്രമല്ല ചെയ്യുന്നത്, പകരം അത് പൂർണ്ണമായി നമ്മെ ശുദ്ധീകരിക്കും. 1 യോഹന്നാൻ 1:7 പറയുന്നു, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇവിടെ ശുദ്ധീകരിക്കുന്നു എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തുടർച്ചയായ ഒരു പ്രക്രിയയാണ് കാണിച്ചിരിക്കുന്നത്. അതായത് നാം യേശുവിനോട് ചേർന്ന് നടക്കുമ്പോൾ നമ്മളുടെ അറിയാതെ പോയ വീഴ്ചകളിൽ പോലും അവിടുത്തെ രക്തം നമ്മെ നിരന്തരം കഴുകി നമ്മെ ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, പിശാച് നിങ്ങളുടെ ഭൂതകാലത്തെ ഓർമ്മിപ്പിച്ച് നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ കാൽവരി ക്രൂശിലേക്ക് നോക്കുക. അവിടെ ചൊരിയപ്പെട്ട രക്തം നിങ്ങൾക്കായി വിളിച്ചു പറയുന്നു, നിന്റെ പാപങ്ങളുടെ കടമെല്ലാം വീട്ടി തീർത്തിരിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ പാപമോചനം നേടിയ ഒരു വ്യക്തിക്ക് പിന്നെ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. അവൻ ദൈവത്തിൻ്റെ സ്വന്തം പൈതലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. യേശുവിൻ്റെ രക്തത്തിൻ്റെ രണ്ടാമത്തെ ശക്തി അത് നമ്മെ ദൈവത്തോട് നിരപ്പിക്കുകയും ദൈവത്തോട് അടുപ്പിക്കുകയും ചെയ്യും. പാപം മനുഷ്യരിൽ ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മെ ജീവൻ്റെ ഉറവിടമായ ദൈവത്തിൽ നിന്ന് അകറ്റി എന്നതാണ്. യെശയ്യാവ് 59:2 പറയുന്നു, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കി. പാപം കാരണം മനുഷ്യനും ദൈവത്തിനുമിടയിൽ വലിയൊരു മറ രൂപപ്പെട്ടു. മനുഷ്യന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ ഭയമായി. പഴയ നിയമത്തിൽ മഹാപുരോഹിതന് പോലും ആണ്ടിൽ ഒരു പ്രാവശ്യം മാത്രമേ ദൈവ സാന്നിധ്യമുള്ള അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. അതും കയ്യിൽ രക്തമില്ലാതെ പ്രവേശിക്കാൻ പാടില്ല. ഒരു ചെറിയ തെറ്റു ചെയ്താൽ മഹാപുരോഹിതൻ അവിടെ പിടഞ്ഞു വീണ മരിക്കുമായിരുന്നു. അത്രത്തോളം ഭയത്തോടെയായിരുന്നു മനുഷ്യൻ ദൈവത്തെ സമീപിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ യേശു ക്രൂശിൽ മരിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? യെരുശലേം ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലത്തെ വേർതിരിച്ചിരുന്ന കട്ടിയുള്ള തിരശീല മുകളിൽ നിന്ന് രണ്ടായിട്ട് കീറിപ്പോയി. അതിൻ്റെ അർത്ഥം ദൈവത്തിങ്കലേക്കുള്ള വഴി എല്ലാവർക്കുമായി തുറക്കപ്പെട്ടു എന്നതാണ്. കൊലോസ്യർ 1:20 നാം വായിക്കുന്നു, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടായി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെക്കൊണ്ട് തന്നോട് നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി. എഫെസ്യർ 2:13 വളരെ വ്യക്തമായി പറയുന്നുണ്ട്, മുൻപേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായിരിക്കുന്നു. ചിന്തിച്ചു നോക്കൂ, ഒരു കാലത്ത് ദൈവത്തിൻ്റെ കോപത്തിന് ഇരയായിരുന്ന, ദൈവത്തിൽ നിന്ന് ഒളിച്ചോടി നടന്നിരുന്ന നമ്മെ അവിടുത്തെ സ്വന്തം മക്കളാക്കി മാറ്റിയത് യേശുവിൻ്റെ രക്തമാണ്. എബ്രായർ 10:19 നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. യേശു തൻ്റെ ശരീരമെന്ന തിരശീലയിൽ കൂടി നമുക്കായി പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി അവിടുത്തെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് നമുക്ക് ധൈര്യമുണ്ട്. നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തോന്നുമ്പോൾ ഒരു ഭയവുമില്ലാതെ അപ്പാ പിതാവേ എന്ന് വിളിക്കാൻ കഴിയുന്നത് യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി കൊണ്ടാണ്. നിങ്ങൾ ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോൾ, ദൈവം നിന്നെ കൈവിട്ടു എന്ന് തോന്നുമ്പോൾ ഓർക്കുക, ദൈവത്തിൻ്റെ ഹൃദയത്തോട് നിങ്ങളെ ചേർത്ത് നിർത്തിയിരിക്കുന്നത് യേശുവിൻ്റെ രക്തമാണ്. ആ ബന്ധം തകർക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ഇനി സാധ്യമല്ല. യേശുവിൻ്റെ രക്തത്തിൻ്റെ മൂന്നാമത്തെ ശക്തി അത് നമുക്ക് ശത്രുവായ സാത്താൻ്റെ മേൽ പൂർണ്ണ വിജയം തരുന്നു എന്നതാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ നിരന്തരമൊരു പോരാട്ടത്തിന് പിന്നിലാണ്. പിശാച് പലപ്പോഴും നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ തൊഴിലിടങ്ങളിൽ തകർച്ചകൾ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അവൻ നമ്മെ ഭയപ്പെടുത്താൻ നോക്കും, രോഗങ്ങളാൽ തകർക്കാൻ നോക്കും. എന്നാൽ അവനെ തോൽപ്പിക്കാൻ ബൈബിൾ നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ആയുധം യേശുവിൻ്റെ രക്തമാണ്. വെളിപ്പാട് 12:11 ക്രിസ്ത്യാനികളുടെ വിജയരഹസ്യമാണ്. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതു മുതൽ സാത്താനെ ജയിക്കാൻ വിശ്വാസികൾ ഉപയോഗിച്ച ആയുധം കുഞ്ഞാടിൻ്റെ രക്തമാണ്. പഴയ നിയമത്തിൽ ഈ വിജയത്തിൻ്റെ വലിയൊരു രഹസ്യം നാം കാണുന്നു. ഇസ്രായേൽ ജനത അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിക്കാൻ ദൈവം ഒടുവിലത്തെ ബാധയെ അയച്ചു. അതായിരുന്നു കടിഞ്ഞൂൽ സംഹാരം. അന്ന് ദൈവം മോശയോട് പറഞ്ഞു, ഒരു കുഞ്ഞാടിനെ അറുത്ത് വീടുകളുടെ
കട്ടിള കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടുവിൻ. സംഹാരദൂതൻ വന്നപ്പോൾ ഏതൊക്കെ വീടിൽ രക്തം കണ്ടുവോ ആ വീടുകളിൽ പ്രവേശിക്കാതെ കടന്നുപോയി. രക്തം പുരട്ടിയ ഒരു ഇസ്രായേലിൻ്റെ ഭവനത്തിലും നാശം സംഭവിച്ചില്ല. പഴയ നിയമത്തിലെ ആ കുഞ്ഞാടിൻ്റെ രക്തത്തിന് അത്രമേൽ സംരക്ഷണമുണ്ടായിരുന്നുവെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് എത്രമാത്രം ശക്തിയുണ്ടാകും. കൊലോസ്യ 2:15 പറയുന്നു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി, അവരെ പരസ്യമായി കാഴ്ചയാക്കി. കാൽവരി ക്രൂശിൽ വെച്ച് യേശു സാത്താൻ്റെ തല തകർത്തു, അവൻ്റെ അധികാരം ഇല്ലാതെയാക്കി. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പിശാചിൻ്റെ പോരാട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, ഭയം നിങ്ങളെ പിടികൂടുമ്പോൾ, നിങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുക, യേശുവിൻ്റെ രക്തം എനിക്ക് ജയമാണ്. എൻ്റെ മേലും എൻ്റെ കുടുംബത്തിന്മേലും യേശുവിൻ്റെ രക്തത്തിൻ്റെ സംരക്ഷണ കവചമുണ്ട്. നിങ്ങൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശുവിൻ്റെ രക്തമാണ് എൻ്റെ ജയം എന്ന് പറയുമ്പോൾ ശത്രുവിന് നിങ്ങളുടെ മേൽ ഒരു നിമിഷം പോലും നിൽക്കാൻ കഴിയില്ല. ഈ കേട്ട വചനത്താൽ നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും യേശുവിൻ്റെ വിലയേറിയ രക്തത്താൽ കാത്ത് സൂക്ഷിക്കുമാറാകട്ടെ. ആമേൻ.